എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ശനിയാഴ്ചയാണ്. അപ്പോൾ ഇന്ന് ഞാനൊരു 3:45 എഴുന്നേറ്റത്. അപ്പോൾ ഈ 2 ടിഷ്യൂ റൂബിയുടെ വൈപ്പാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ 3:45 എഴുന്നേറ്റെന്ന് വെച്ചാൽ റൂബിക്ക് വയറുവേദനയിട്ട് എഴുന്നേറ്റതായിരുന്നു. അങ്ങനെ റൂബിനെ പുറത്തേക്ക് ഇറക്കി റൂബി അങ്ങനെ മുറ്റത്തൊക്കെ നടന്ന് പുല്ലൊക്കെ പുല്ല് തിന്നാൻ വേണ്ടിയിട്ട് ഇറങ്ങണത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും അവളുടെ കയ്യും കാലുമൊക്കെ ഒന്ന് തുടക്കാൻ വേണ്ടി എടുത്ത വൈപ്പായിരുന്നത്. കാരണം മഴയും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 3:45 എഴുന്നേറ്റിട്ട് പിന്നെ ഉറങ്ങാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ തലേന്ന് മാവരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ല, ഇഡലിയുടെ മാവ്. അപ്പോൾ ഇത് നല്ല മഴയും തണുപ്പൊക്കെ ആണെങ്കിലും ഞാൻ ഈ ഓവൻ്റെ അകത്ത് വെച്ചതുകൊണ്ട് നല്ലപോലെ കറക്റ്റായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ഓവൻ നമ്മൾ ചൂടാക്കി ഇടുകയോ ഒന്നുമില്ല, ചുമ്മാ എടുത്ത് വെക്കുകയാണ് ചെയ്തേക്കണത്. എങ്കിലും നല്ല രീതിയിൽ തന്നെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശനിയാഴ്ച ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത്. ഉറക്കം നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ഉറങ്ങാനായിട്ട് നമ്മളുടെ ഉറക്കം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വീണ്ടും ഉറക്കത്തിലേക്ക് വരാനായിട്ട് കുറേ ടൈം എടുക്കും. അപ്പോൾ അങ്ങനെ ഒരു 6 മണി കഴിഞ്ഞിട്ടായിരുന്നു പിന്നെ ഞാൻ എഴുന്നേറ്റത്. അങ്ങനെ വേഗം ഇന്ന് ഇഡ്ഡലിയുടെ ബാറ്റർ ആണെങ്കിലും എനിക്ക് ദോശ ഉണ്ടാക്കി നോക്കാം, കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ ദോശ തന്നെ ഉണ്ടാക്കാം എന്ന് വിചാരിച്ച് സാധാരണ ഇഡ്ഡലിയുടെ ബാറ്റർ ഞാൻ നമ്മൾ ചോറ് വെക്കണ അരി ഉണ്ടല്ലോ, വെള്ളരി, പുഴുക്കലരിയിൽ അതും കൂടി ചേർത്ത് അരച്ചിട്ടാണ് ദോശക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ, നമുക്ക് വലിയ മസാല ദോശയൊക്കെ ഇട്ട് എടുക്കാനൊക്കെ അതാണ് നല്ലത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ അങ്ങനെ പുഴുക്കലരി ഇട്ട് കുതിർത്തിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഇത് വെച്ചിട്ട് ദോശ ഉണ്ടാക്കിയാൽ പെർഫെക്റ്റായിട്ട് കിട്ടൂല എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. എങ്കിലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നന്നായിട്ട് തന്നെ കിട്ടി. അപ്പോൾ സാധാരണ പോലെ ഒരു തേങ്ങ ചമ്മന്തി ചട്നി അരച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ തക്കാളി ചട്നി അരക്കാൻ വേണ്ടിയിട്ട് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് 5-6 അല്ലി വെളുത്തുള്ളിയും നമ്മളുടെ എരിവിനനുസരിച്ച് 2-3 വറ്റൽമുളകും ഇത്തിരി വേപ്പിലയും കൂടി ഇട്ടിട്ട് അത് പതിയൊന്ന് വാട്ടിയതിന് ശേഷം അതിനകത്തേക്ക് സവാള ഇട്ടിട്ട് ഒരു വലിയ സവാള എടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വാട്ടി നമ്മളുടെ ആളെണ്ണത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ. ഇപ്പോൾ ഞങ്ങൾക്കത് മതി, ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. അതൊന്ന് നല്ല രീതിയിൽ വാടി കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് 2 തക്കാളി, ഇപ്പം ഞാനൊരു സവാള എടുത്തപ്പോൾ 2 തക്കാളി, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 തക്കാളിയും ഇടാം, കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ 2 തക്കാളി അരിഞ്ഞതും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയിട്ട് പിന്നെ മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിലേ തലേ ദിവസം രാത്രി ഞാൻ വിചാരിച്ചത് ഉള്ളി സാമ്പാർ ഉണ്ടാക്കാം രാവിലെ, പിന്നെ തേങ്ങ ചട്നി അരക്കാം. ആ ഒരു ചിന്തയിൽ കിടന്ന ആൾ രാവിലെ ഇപ്പോൾ അത് മറന്നുപോയിന്നേ. എങ്ങനെയാണ് ഇത് മറന്നുപോയിട്ട് ഞാൻ ഈ തക്കാളി ചട്നി വെച്ചെന്ന് എനിക്ക് ഇപ്പോഴും പിടുത്തില്ല. കാരണം റിച്ചാർഡ് കഴിക്കാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് റിച്ചാർഡിൻ്റെ അടുത്ത് മമ്മി സാമ്പാർ ഉണ്ടാക്കിയില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അയ്യോ ശരിയാണല്ലോ, ഞാൻ ഇന്നലെ സാമ്പാർ ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്കും അത് മറന്നുപോയി, അതിന് വരെ തക്കാളി ചട്നി ഉണ്ടാക്കിയിരിക്കണേ. അപ്പോൾ റിച്ചാർഡിന് ഭയങ്കരമായിട്ട് ഒരു വിഷം പോയി. കാരണം റിച്ചാർഡ് ഇങ്ങനെ പ്രതീക്ഷിച്ച് വന്നേക്കണേണ് സാമ്പാർ കൂട്ടിയിട്ടൊക്കെ കഴിക്കണമെന്നൊക്കെ. അപ്പോൾ സാമ്പാറില്ല. അങ്ങനെ പിന്നെ പുറത്തുനിന്ന് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നോക്കിയപ്പോഴത്തേക്കും ഒരു സ്ഥലത്തും ഒരു നല്ലൊരു സാമ്പാർ വേറെ എന്തോ പേരിലാണ് സാമ്പാർ കിടക്കുന്നത്. അപ്പോൾ അവൻ പറഞ്ഞു ഇനി വേറെ വല്ല ടൈപ്പ് സാമ്പാറായിരിക്കും, എന്നാൽ മേടിച്ച് വെറുതെ ഇതാകണ്ട, 200 രൂപയുമാണ് സാമ്പാറിന്. അങ്ങനെ മേടിച്ചില്ല, ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാ. അപ്പോൾ തേങ്ങ ചമ്മന്തി നമ്മൾ ഒന്ന് വറുത്തിട്ട് അതിന് ശേഷം ഇപ്പോൾ ഈ തക്കാളി ഇട്ടതിന് ശേഷം അതിനകത്ത് ഒരിത്തിരി മഞ്ഞൾപ്പൊടി മാത്രമാണ് ഇട്ടേക്കണം കേട്ടോ. എരിവിനുള്ള വറ്റൻമുളക് നമ്മൾ അതിനകത്ത് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് വേറെ പൊടികളൊന്നും അതിനകത്ത് ചേർത്തിട്ടില്ല. ഒരിത്തിരി ഇത് മഞ്ഞൾപ്പൊടി മാത്രം ചേർത്തിട്ട് അതൊന്ന് തണുത്തതിന് ശേഷം മിക്സിയിൽ വെള്ളം ചേർത്തിട്ട് ഇത്തിരി ഒന്ന് അരച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ അതിനകത്തേക്കുള്ള വറുക്കാൻ വേണ്ടിയിട്ടില്ലേ ആദ്യം കടുക് പൊട്ടിച്ച്, പിന്നെ ഒരിത്തിരി ചെറിയ ജീരകം പൊട്ടിച്ച്, പിന്നെ അതിനകത്തേക്ക് 2-3 വെളുത്തുള്ളി അല്ലികൾ ഇട്ട് അത് ഒരുപാട് കൂടി കരിഞ്ഞു പോകരുത്. എന്നിട്ട് പിന്നെ അതിനകത്തേക്ക് വേപ്പിലയും വറ്റൽമുളകും ഇട്ടിട്ട് പിന്നെ നമ്മൾ കായത്തിൻ്റെ പൊടി ഒരു ഇത്തിരി അതും കൂടി ചേർത്തിട്ടാണ് ഇതിനെ താളിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മളിത് മിക്സിയിൽ അരച്ച് അത് നല്ല കട്ടയൊന്നുമില്ലാതെ കഷ്ണങ്ങളൊന്നുമില്ലാതെ അരച്ചിട്ട് ഈ താളിപ്പ് കൂടി ഇട്ട്, അപ്പോൾ ഞാൻ കായത്തിൻ്റെ പൊടി അതിനകത്തേക്ക് ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പം നേരിട്ട് ഇതിൽ തന്നെ ഇട്ടിട്ടാ. എന്നിട്ട് പിന്നെ നമുക്ക് ഉപ്പൊക്കെ നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ഇപ്പം മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം അങ്ങനെയൊക്കെ ഒഴിച്ചിട്ട് ഒന്നും കൂടി ലൂസാക്കി ഒന്ന് തിളപ്പിച്ചെടുക്കുക. വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി തിളപ്പിച്ചിട്ടെടുക്കണം. നല്ല ടേസ്റ്റുള്ളൊരു ചട്നിയായിരുന്നു തക്കാളി ചട്നി.
ഞാൻ സാറിനെയും അത് ആസ്വദിച്ചാണ് കഴിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അത് അപ്പം തന്നെ തീർന്നു പോവുകയും ചെയ്ത്. ആ തേങ്ങ ചമ്മന്തിയാണ് അവിടെ ബാക്കി കിടന്നത്. ഈ തക്കാളി ചട്നി അത്രയും ടേസ്റ്റായിരുന്നു. ഇനി ഞാൻ ഈ തക്കാളി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ തക്കാളി ചട്നി വെച്ചിട്ട് ഇഡലിയും ദോശ ഉണ്ടാക്കുള്ളൂ എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത്രയും ടേസ്റ്റാണ്. പക്ഷേ റിച്ചാർഡിൻ്റെ പ്രതീക്ഷ സാമ്പാറായിരുന്നുകൊണ്ട് തന്നെ റിച്ചാർഡ് സങ്കടപ്പെട്ടിരുന്നതിന് മമ്മി ഞാൻ പ്രതീക്ഷിച്ച് വന്നത് സാമ്പാറായിരുന്നു, മമ്മി എന്താണ് സാമ്പാർ വെക്കാൻ, എന്താണെന്നുള്ളത് ഞാനും ഓർക്കുന്നില്ല. എനിക്കിതെന്താ പറ്റിയത്, രാത്രിയെല്ലാം മനസ്സിൽ അതൊക്കെ ചെയ്യുക. കാരണം സാമ്പാറിൻ്റെ പീസസ് ഒന്നുമില്ല. പക്ഷേ ഉള്ളി സാമ്പാർ മതി, ഉള്ളി സാമ്പാർ അവന് ഇഷ്ടമാണ്. പക്ഷേ രാവിലെ ചെയ്തിട്ടത് ഞാനിതെങ്ങനെ തക്കാളി ചട്നി വെച്ചെന്ന് എനിക്ക് ഇപ്പോഴും ഒരു പിടുത്തമില്ല. അപ്പോൾ അങ്ങനെ ഒരു ദിവസമായിപ്പോയി അന്ന്. അവൻ്റെ പ്രതീക്ഷ റിച്ചാർഡ് ഇത്തിരി ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, അത് നല്ല ഭംഗിയായിട്ടൊക്കെ സെറ്റ് ചെയ്ത് വിളമ്പിയൊക്കെ കൊടുക്കുന്നതൊക്കെ ആൾക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ കൂടുതലും റിച്ചാർഡിൻ്റെ ആ ഒരു ഇഷ്ടത്തിനായിരിക്കും ഇവിടെ ഫുഡ് കൂടുതലും വെക്കുന്നത്. ഇപ്പോൾ സാറ്റിനെ വന്നതിന് ശേഷം ആൾക്ക് ഒത്തിരി പരാതിയാണ്. ഇപ്പോൾ എന്നെ മമ്മി പരിഗണിക്കുന്നില്ല എന്നുള്ള രീതിക്കാണ് സംസാരിക്കാറ്. സത്യത്തിൽ ഇന്നത്തെ അവസ്ഥ കണ്ടപ്പോൾ ഞാനും വിചാരിച്ചിട്ടെ ഇതെങ്ങനെ എനിക്കിതൊക്കെ തെറ്റിപ്പോകുന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഒരു പലഹാരം ഉണ്ടാക്കണമെങ്കിലും സാറ്റിനയുടെ ഇഷ്ടമുള്ളൊരു പലഹാരം ഒരിക്കലും ഞാൻ ഉണ്ടാക്കണം. അപ്പോഴൊക്കെയും അവന് സന്തോഷം തന്നെയാണ്. സാറ്റിനെ നമ്മൾ അങ്ങനെ കെയർ ചെയ്യുന്നത് അവന് സന്തോഷം തന്നെയാണ്. എങ്കിലും അവൻ പരാതി പറയും, മമ്മി അവൻ ഫുഡിയാണ് ആൾ, അതുകൊണ്ടാണ് അങ്ങനെ പരാതി പറയണത്, മമ്മി ഇപ്പം എന്നെ നോക്കണില്ല എന്നുള്ളതൊക്കെ. എങ്കിലും അവൻ പുറത്തുനിന്നെല്ലാം ഫുഡൊക്കെ മേടിച്ച് അവനിഷ്ടമുള്ളതൊക്കെ മേടിച്ച് നമ്മൾക്കും അവനും ഒക്കെ ഉള്ളത് മേടിക്കും. അത് നേരത്തെയും അങ്ങനെ തന്നെയാണ്. ശേഷം ഒരു മാറ്റവും ഇല്ല, കൂടിയിട്ടേ ഉള്ളൂ. നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള കരുതലൊക്കെ കൂടിയിട്ടേ ഉള്ള ആൾക്ക്. അപ്പോൾ അവൻ നമ്മൾക്ക് വേണ്ടിയും കൂടി മേടിച്ച് അതൊക്കെ തരുവട്ടോ. അങ്ങനെ തന്നെയാണ് എപ്പോഴും. അപ്പോൾ ഇല്ലേ, ഇന്ന് ഞാൻ ഒരിത്തിരി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഫ്രൈഡ് റൈസിൻ്റെ കറി എന്ത് വേണം എന്ന് റിച്ചാർഡ് അടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ റിച്ചാർഡ് പറഞ്ഞു, മമ്മി ഞാൻ കുമ്പാവ മേടിക്കട്ടെ, കുറച്ച് നാളായിട്ട് കുമ്പാവ കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്, അപ്പോൾ അതൊന്നും മേടിക്കാം, അപ്പോൾ മമ്മിക്ക് കറി ഉണ്ടാക്കണ്ടല്ലോ, മമ്മി റൈസ് മാത്രം ഉണ്ടാക്കിയാൽ മതി അങ്ങനെ പറഞ്ഞു. അന്നേ പിന്നെ ഞാൻ വിചാരിച്ച് വേറെ അധികം ജോലികൾ ഇല്ലല്ലോ, അപ്പോൾ നമ്മൾ വേറെ ക്ലീനിങ് വർക്കിലേക്ക് ഞാൻ കടക്കും. എന്തെങ്കിലുമൊക്കെ കുറച്ച് നാളായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ച് വിട്ടുപോകുന്ന ചില കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സമയമായിട്ട് ഞാനതിന് എടുക്കും. അപ്പോൾ അതാണ് ഈ കാണുന്നത്. ഈ ഒരു ഇത് ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ ഒന്ന് എടുക്കണേണ്. ആ പാത്രങ്ങളെല്ലാം കഴുകി പൊടി തുടച്ച് എല്ലാം ഒക്കെ വേണ്ടാത്തത് മാറ്റിയിട്ടൊക്കെ വെക്കണേ. അപ്പോൾ ഭയങ്കര മഴയാണ് കേട്ടോ, ഇന്ന് നല്ല മഴയുണ്ട്. അപ്പോൾ പപ്പനെ ഞാൻ കടയിൽ സാധനങ്ങൾ മേടിക്കാൻ വിട്ടിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ ഫ്രൈഡ് റൈസിന് സെലറി വേണം, ഇത്തിരി ബീൻസ് ഇവിടെ ഇല്ല. ഈ 2 സാധനങ്ങൾ ഫ്രൈഡ് റൈസിന് വേണം. പിന്നെ അതിനോട് ചേർന്നിട്ട് കുറച്ച് സാധനങ്ങളും കൂടിയൊക്കെ പപ്പനെ കൊണ്ട് മേടിപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ സാധനങ്ങളുമായിട്ട് പപ്പ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണേ, അത് അവിടെ തന്നെ വെച്ചോ, എന്നിട്ട് സാവധാനം ഞാൻ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് പോരാം എന്ന് പറഞ്ഞിട്ട് അത് എടുത്തിട്ടില്ല. കാരണം അത്യാവശ്യം ഇത് നമ്മുടെ ക്ലീനിങ് വർക്ക് അങ്ങനെ അവിടെ കൂടി പാത്രം കഴുകാനൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് സാധനങ്ങളൊക്കെ പെറുക്കി ഇങ്ങോട്ട് കൊണ്ടുവരാം. എന്നാൽ ബീൻസും സെലറിയും മാത്രം ഞാൻ അതിനകത്ത് നിന്ന് എടുത്തു, നമുക്കത് മാത്രം മതി. ക്യാരറ്റ് അരിഞ്ഞതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബീൻസ് മാത്രം കുറച്ചെടുത്ത് കഴുകി അരിഞ്ഞൊക്കെ എടുത്ത്, പിന്നെ സെലറിയുടെ തണ്ടേന്ന് ആവശ്യത്തിനുള്ള സെലറി മാത്രം ഒന്ന് എടുത്ത് അതും അരിഞ്ഞെടുത്ത്. അപ്പോൾ ഈ പണികളും ചെയ്യണമല്ലോ. അപ്പോൾ സാധാരണ ചെയ്യണ പോലെ തന്നെ പ്രത്യേകതകളൊന്നുമില്ല. ഇത്തിരി വെജിറ്റബിൾ ഓയിലിൻ്റെ അകത്തേക്ക് വെളുത്തുള്ളി ഒന്ന് ചോപ്പ് ചെയ്തിട്ട്, അതായത് ഞാൻ സവാളയുടെ കൂട്ടത്തിൽ തന്നെ വെളുത്തുള്ളിയും കൂടി ചോപ്പ് ചെയ്ത് എടുത്തതാണ്. അത് രണ്ടും കൂടി ചേർത്തങ്ങോട്ട് ആദ്യം ഇട്ട് അതൊന്ന് വഴറ്റി, പച്ചക്കറികൾ നമ്മൾ ചേർക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ക്യാരറ്റ് എന്ത് വേണമെങ്കിലും ചേർക്കാം. ക്യാബേജ് എൻ്റെ കയ്യിൽ ഉണ്ടാകുന്നില്ല, അതുകൊണ്ട് ക്യാരറ്റും ബീൻസും മാത്രം ചേർത്ത് അതും നല്ല ഹൈ ഫ്ലെയിമിൽ ഒന്ന് വഴറ്റി, പിന്നെ ഒരു 3 മുട്ടയും കൂടി പൊട്ടിച്ച്, സാറ്റിനെ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വലിയ വലിയ പീസായിട്ട് മുട്ട ഇങ്ങനെ ഫ്രൈഡ് റൈസിൽ കിടക്കണം ഭയങ്കര ഇഷ്ടം. അപ്പോൾ അധികം അങ്ങോട്ട് മുട്ട കുഞ്ഞ് പീസാക്കാതെ വലിയ പീസാക്കി തന്നെ ഇളക്കിയെടുത്ത് അതിനകത്തേക്ക് നമ്മൾ റൈസ് ഇട്ടതിന് ശേഷമാണ് സോയ സോസും ചില്ലി സോസും ഇട്ട് കൊടുക്കുന്നത്. ഇത്തിരി കുരുമുളക് പൊടി, പിന്നെ നമ്മുടെ കയ്യിൽ ക്യാപ്സിക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ ക്യാപ്സിക്കം കുറച്ച് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുക. ക്യാപ്സിക്കം നമ്മൾ വഴറ്റുന്ന സമയത്ത് ഇട്ട് കൊടുക്കാതിരിക്കണേ നല്ലത്. ഈ ഒരു സമയത്ത് ക്യാപ്സിക്കം, ഈ റൈസ് മിക്സ് ചെയ്യുന്ന സമയത്ത് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക, സെലറിയുടെ തണ്ടരിഞ്ഞതും. പിന്നെ ഏറ്റവും അവസാനം നമ്മൾ ഇളക്കി ഒരുവിധം റൈസ് എല്ലാം ഒന്ന്
ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് വീണ്ടും കുറച്ചും കൂടി സെലറിയും ക്യാപ്സിക്കം ഇട്ടിട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് ഓഫ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ സോസുകൾ റൈസ് കംപ്ലീറ്റ് കളറ് നല്ല ഒരേപോലെ ആകുന്നത് വരെയും നമ്മൾ ഇളക്കി കൊടുക്കുക. അപ്പോൾ ആ സമയത്ത് സാറ്റിനെ എനിക്ക് കൊണ്ടുവന്നിട്ട് ഒരു വേഫർ കൊണ്ടുവന്ന് കഴിക്കാൻ തന്നാണ് കേട്ടോ. അന്ന് നമ്മൾ കടയിൽ നിന്ന് മട്ടാഞ്ചേരി കടയിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ ഞാനത് മുകളിലേക്ക് കൊണ്ടുവച്ച് വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഓരോന്ന് കഴിക്കുന്നതൊക്കെ പറഞ്ഞ് മുകളിലേക്ക് കൊടുത്തു വിട്ടായിരുന്നു. പുള്ളിക്കാരത്തി അത് മുകളിൽ നിന്ന് താഴെ കൊണ്ടുവന്ന് എനിക്കും കൊണ്ടുവന്ന് തരും, പപ്പയ്ക്ക് കൊണ്ടുവന്ന് തരും, എന്നിട്ടേ കഴിക്കുള്ളൂ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ആൽഫൻലീബ് മിഠായിയും കൊണ്ടുവന്ന് തന്നിട്ടാ. അതും കുറച്ച് മേടിച്ചിട്ട് മുകളിൽ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കഴിക്കുന്ന സമയത്ത് എന്തായാലും ഞങ്ങൾക്ക് താഴെ കൊണ്ട് തരും, എനിക്കും പപ്പയ്ക്കും. എന്നിട്ടാണ് ആ കൊച്ച് കഴിക്കണത്. അപ്പോൾ അങ്ങനെ ആ മിഠായിയൊക്കെ കൊണ്ടുവന്ന് തന്നതും ഒക്കെ കഴിച്ച് ഞങ്ങൾ. അപ്പോൾ ഇതേ നല്ല മഴയാണ് കേട്ടോ. അപ്പം മേടിച്ച് വെച്ച സാധനങ്ങളൊന്നും ഞാൻ കവറൊന്നും പൊട്ടിച്ചിട്ടുണ്ടാകുന്നില്ല. എനിക്ക് പണിയുള്ളതുകൊണ്ട് ഞാൻ അതിൽ പിടിച്ചിട്ടുണ്ടാകുന്നില്ല. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ പപ്പയ്ക്ക് അങ്ങനെയൊന്നും ഇഷ്ടമല്ല. കൊണ്ടുവന്ന് വെച്ച സാധനങ്ങൾ അപ്പം എടുത്ത് വെച്ചില്ലെങ്കിൽ പപ്പ തെറ്റും. അങ്ങനെയാണ് പപ്പയുടെ ഒരു സ്വഭാവം. പക്ഷേ ഇന്ന് എനിക്ക് കുറേയധികം ജോലി ഉണ്ടെന്ന് ഞാൻ പപ്പയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സാവധാനം ഞാനതെടുത്ത് മാറ്റിക്കോളാം എന്ന് പറഞ്ഞെങ്കിലും ഞാനിവിടെ വന്ന് നോക്കുമ്പോൾ ഇതെല്ലാം നിരത്തി ഇവിടെ വെച്ചിട്ടുണ്ട് പപ്പ. അപ്പോൾ ഇനി സാവധാനം ഞാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റണം. ബക്കറ്റിൽ കൊണ്ട് വെക്കാനുള്ളതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കണം. പഴമുണ്ട്, അതിൻ്റെ പാക്കറ്റൊക്കെ പൊട്ടിച്ച് വെക്കാനുള്ള സ്ഥലത്ത് വെക്കണം. അങ്ങനത്തെ പണികളുണ്ട്. അപ്പോൾ ഞാനത് ഫ്രിഡ്ജിലോട്ട് വെക്കാനുള്ളതൊക്കെ വേഗം ഒന്ന് എടുത്ത് മാറ്റി. കാരണം നമുക്ക് ഫുഡ് കഴിക്കാനുള്ള നേരമായി. അപ്പോൾ മേശപ്പുറം ക്ലീൻ ചെയ്ത് കൊടുക്കണ്ടേ. അപ്പോൾ ഇന്ന് പപ്പയ്ക്ക് വേറെ കറിയൊന്നുമില്ല. ഈ 3 ചാള വറുത്തത് മാത്രമേ ഉള്ളൂ. എനിക്കാണെന്നുണ്ടെങ്കിൽ വേറെ കറികളൊന്നുമില്ല. എന്നാലും എനിക്ക് ഈ ഫ്രൈഡ് റൈസ് കഴിക്കാൻ ഒട്ടും തോന്നണമില്ല. അപ്പോൾ ഇന്ന് ചോറ് ഞാൻ വെച്ചിട്ടില്ല. വളരെ കുറച്ച് ചോറേ ഉണ്ടാകുന്നുള്ളൂ. അത് ഉച്ചയ്ക്ക് ഞാനും പപ്പ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ചോറിൻ്റെ കൂടെ ഒരു മുട്ട പൊരിച്ച് കഴിക്കാം എന്ന് വിചാരിച്ചെങ്കിലും എനിക്ക് ഈ പണി ബാക്കി കിടക്കുന്നതുകൊണ്ട് അത് ചെയ്ത് തീർത്തിട്ട് മാത്രമേ കഴിക്കാൻ തോന്നണുള്ളൂ. അങ്ങനെ ഞാൻ എല്ലാ പണിയും ചെയ്ത് തീർത്തിട്ടാ. ഇതെല്ലാം ക്ലീൻ ചെയ്ത് അതെല്ലാം കഴുകി വേണ്ടാത്ത കാര്യങ്ങളെല്ലാം മാറ്റി എല്ലാ സാധനങ്ങളും ക്ലീൻ ചെയ്ത് ഒതുക്കിയിട്ടുള്ളതാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എടുത്തത് വൈകുന്നേരമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഇത് ഫ്രൈഡ് റൈസിൻ്റെ പാത്രം വരെ ഞാൻ കഴുകി അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ തെർമൽ കുക്കറും എല്ലാം കഴുകി വൃത്തിയാക്കി അതുമെല്ലാം കമഴ്ത്തി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇരുന്നോന്ന് സ്ഥലം തന്നേക്കണേ. അത് കൊള്ളാല്ലേ. കുഞ്ഞപ്പിന്റെ ബർത്ത്ഡേ അല്ലേ വന്നത്? അതെ, കൊച്ചിന് 8 വയസ്സാണ് അമ്മച്ചി തള്ള. അതിന് എഴുന്നേക്കാൻ പറ്റാത്ത മടി, തണുപ്പ് എന്താണ്. അപ്പൊ ആക്ഷൻ കയ്യൊക്കെ പൊക്കിയിട്ട് ഇല്ല. അപ്പോൾ ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് എല്ലാവരും റെസ്റ്റ് ചെയ്യാനൊക്കെ പോയി. പക്ഷേ എനിക്കെന്തോ ഒട്ടും തന്നെ വിശപ്പ് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ ഒന്നും കഴിച്ചില്ലായിരുന്നു ഉച്ചക്ക്. അപ്പോൾ ബ്ലിങ്കിറ്റിൽ നിന്ന് പാൽ ഓർഡർ ചെയ്യണമായിരുന്നു, ചായ വെക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പാൽ ഓർഡർ ചെയ്തപ്പോഴത്തേക്കും ഞാൻ സാറ്റിനെ കൊച്ചിന് വീണ്ടും വേഫർ ഓർഡർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ പല ടൈപ്പ് രുചിയുടെ വേഫേഴ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതും പാലും കൂടിയിട്ട്. അങ്ങനെ വേഗം ചായ വെക്കാൻ പോയി. അപ്പം ഞാൻ വിചാരിച്ച് ചായയുടെ കൂടെ ഏതായാലും ഞാൻ 2 മുട്ട ബുൾസയാക്കി കഴിക്കാമെന്ന് വിചാരിച്ച്. എനിക്കങ്ങനെ ചോറ് കഴിക്കാൻ അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വൈകുന്നേരം കഞ്ഞി കുടിക്കാമെന്നാണ് ഞാനും പപ്പയും പറഞ്ഞിട്ടുള്ളത്. കാരണം നമ്മൾ ഉച്ചയ്ക്ക് ചോറ് വെച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇതിപ്പോൾ സാറ്റിനെ കൊച്ച് തന്നെ പാനൽ സ്മാർട്ടിലെല്ലാം കയറ്റിക്കോളൂ കേട്ടോ. മേടിക്കുന്ന സാധനങ്ങളൊക്കെ അപ്പോൾ തന്നെ ആളുണ്ടെങ്കിൽ താഴ്ത്തുണ്ടെന്നുണ്ടെങ്കിൽ അത് വേഗം ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ആപ്പിൻ്റെ കാര്യം ഇങ്ങനെ ഞാനെപ്പോഴും ഇങ്ങനെ പറഞ്ഞ പോലെ ഇത് സ്വന്തമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ആളുകൾ വന്നിട്ടാണ് നമ്മളെ കൊണ്ടത് ചെയ്യിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ചില സമയത്തൊരു ബാധ്യത ആയിക്കോട്ടെ, എങ്കിലും കുഴപ്പമില്ല. 400 രൂപയുടെ കൂപ്പൺ വെച്ചിട്ട് നമുക്ക് എല്ലാ മാസം കിട്ടിക്കൊണ്ടിരിക്കും. 1 വർഷത്തിനുള്ളിൽ അത് നമുക്ക് ഏത് സൈറ്റിൽ നിന്നാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൽ കൊണ്ടുപോയിട്ട് ഇടാം. നമുക്ക് 400 രൂപയുടെ സാധനം നമുക്ക് പർച്ചേസ് ചെയ്യാം ഏതിലാണെങ്കിലും. ഇപ്പോൾ ഫ്ലിപ്കാർട്ടില്ല, ആമസോണില്ല, മിന്ത്രയില്ല, ബ്ലിങ്കിറ്റില്ല, എവിടെ വേണമെന്നുണ്ടെങ്കിലും കൊണ്ടുപോയിട്ടിടാം. ബ്ലിങ്കിറ്റിലുണ്ടെന്ന് തോന്നണില്ല, കാരണം അവർ തന്നേക്കുന്ന കുറച്ച് സൈറ്റുകളുണ്ട്, അതിലായിരിക്കുള്ളൂ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത്.
അപ്പം അങ്ങനെ വൈകുന്നേരത്തെ ചായ ഒക്കെ ഉണ്ടാക്കി. ആ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അന്നേ പിന്നെ 2 ബുൾസൈ എടുത്ത് കഴിക്കുക അങ്ങനൊരു തോന്നലായിരുന്നു. അപ്പോൾ അവിടെ പപ്പ കഴിഞ്ഞ ദിവസം മേടിച്ച ബ്രെഡ് ബാക്കിയുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ജാമൊക്കെ തേച്ചിട്ട് സാറ്റിനെ കൊച്ച് എല്ലാവർക്കും തരും കേട്ടോ. ജാം അവിടെ ഇരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ തേച്ച് ഓരോരോ പീസായിട്ട് നമുക്കൊക്കെ തന്നുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ബുൾസൈ ഉണ്ടാക്കി. അങ്ങനെ നമ്മളിപ്പോൾ ഉച്ചക്ക് ചോറ് ഇപ്പോൾ കഴിക്കാൻ തോന്നില്ലെങ്കിൽ രണ്ട് മുട്ട എടുത്തിട്ട് പുഴുങ്ങി കഴിക്കുക. അല്ലെങ്കിൽ ഇതുപോലെ പെട്ടെന്നൊന്ന് പുഴുങ്ങി എടുക്കുമ്പോൾ ടൈമാകും. ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ കഴിക്കാം. കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വയറ് ഫില്ലാകും കേട്ടോ. ചോറ് നമ്മൾ എപ്പോഴും ഉച്ചക്ക് കഴിക്കണമെന്നില്ല. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് കഴിക്കാം. അപ്പം ഞാൻ നല്ല രീതിയിൽ റെസ്റ്റ് ചെയ്തിട്ടൊക്കെ വന്നിട്ടാണ് കേട്ടോ വൈകുന്നേരം ചായ ഇട്ടതും ഇതെല്ലാം ചെയ്തത്. അപ്പോൾ പഴമൊക്കെ ഇരിക്കുന്നുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാം. പക്ഷെ അതൊന്നും നമുക്ക് ചില സമയത്തൊന്നും കഴിക്കാൻ തോന്നില്ല. അപ്പോൾ ഞാൻ വെറുതെ തമാശക്ക് ഉള്ളി അരിയണ കത്തിയും ഒരു ഫോർക്ക് കൊടുത്തിട്ട് വന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എനിക്കിങ്ങനെ ബുൾസൈ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിക്കുന്ന ഇഷ്ടം. പക്ഷേ ആദ്യം 1-2 പ്രാവശ്യം 2 പീസ് കട്ട് ചെയ്ത് കഴിച്ച് പിന്നെ കട്ട് ചെയ്തപ്പോഴത്തേക്ക് ആ ഉണ്ണി ഇങ്ങനെ വേഗാതെ അത് എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒഴുകി ഇങ്ങനെ വരുമല്ലോ. അപ്പോൾ അങ്ങനെ ഒഴുകി വന്നു കഴിയുമ്പോഴത്തേക്കും പിന്നെ അത് മാറ്റി വെച്ചിട്ട് കൈവച്ച് തന്നെ അത് വടിച്ചെടുത്തൊക്കെ കഴിച്ചിട്ടാണ്. പിന്നെ കുട്ടികൾക്കൊരു 7 മണിയാകുമ്പോഴത്തേക്കും റിച്ചാൻ്റെ മുടി വെട്ടാൻ വേണ്ടി പോകാൻ നിൽക്കണേണ്. ഇവന് എക്സാമാണ് തിങ്കളാഴ്ച. അപ്പോൾ അതിന് മുമ്പായിട്ട് മുടി വെട്ടി വൃത്തിയാക്കി പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട്. ഗ്ലാംസിൽ തന്നെ ഇവൻ്റെ മേക്കപ്പ് ചെയ്തില്ലേ കല്യാണത്തിൻ്റെ അവിടെ തന്നെ. അപ്പോൾ അതിന് വേണ്ടി പോകാൻ വേണ്ടിയിട്ട് ഇതേ പിള്ളേർ 2 പേരും കൂടി ഒന്ന് ഒരുങ്ങി ഇറങ്ങണേ. ഇത് തിരിച്ചിട്ടെങ്ങനെയാണെന്നാണോ? എനിക്കങ്ങനെ തോന്നി നീ ചോദിച്ചപ്പോൾ. എന്തിനാ അതൊക്കെ എടുത്തിരിക്കുന്നുണ്ട്? പെർഫ്യൂം അടിക്കുമ്പോൾ മണം, കാറ്റ് വന്നാലും മണം വരും. താടിയൊക്കെ ഷേപ്പിനുണ്ടോ? അപ്പം ശരി. ഇതെന്താണിത്? കാഴ്ചവെപ്പിന് പോണം. കൊടയില്ലേ അവിടെ? ഇല്ല, അത് പപ്പക്ക് തുറക്കാൻ വേണമല്ല. എടാ എന്നാ പിടിച്ചോ. വാതിലടച്ചില്ലെങ്കിൽ റൂബി ഇറങ്ങി വരും. അതിൻ്റെ അകത്ത് കൂടെ ഉണ്ട് ഒരു ബ്ലാക്ക്. ശരിയാ. അപ്പോൾ സാരിനയുടെ മുടി കൂടിയിട്ടൊന്ന് ട്രിം ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2 പേരും കൂടി പോണത് കേട്ടോ. അപ്പോൾ സാരിനയുടെ മുടിക്കൊരു കുഴപ്പമില്ല. നല്ല അറ്റം വരെ കറക്റ്റ് തിക്നെസ്സിൽ തന്നെ കിടക്കണത്. അറ്റം നൂല് പോലെ ആകെ ഒന്നും ആയിട്ടില്ല. എങ്കിലും ചുമ്മാ ഒന്ന് ട്രിം ചെയ്താൽ നല്ലതാണല്ലോ. അപ്പോൾ അങ്ങനെ കുട്ടികൾ പോയി. അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് നമ്മൾ പച്ചക്കറി മേടിച്ചില്ലേ, പച്ചക്കറികളൊക്കെ പപ്പ മേടിച്ചുകൊണ്ട് വന്നില്ലേ, ആ സമയത്ത് തന്നെ ബീഫും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പാത്രങ്ങൾ കഴുകലും ആ റാക്ക് കഴുകലും എല്ലാമായിട്ട് എനിക്ക് വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം പുറത്ത് വെച്ച് ചീത്തയായി പോകില്ലേ. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചതാണ് ഇപ്പോൾ പുറത്തേക്ക് എടുത്തത് കേട്ടോ. ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഇപ്പോൾ എടുത്തിട്ട് കട്ട് ചെയ്ത് ഏതായാലും ഇന്ന് കറി ഉണ്ടാക്കി വെക്കാം എന്ന് വിചാരിച്ച്. അപ്പോൾ എന്തായാലും തലേദിവസം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് ഉപ്പും പുളിയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾ പോയതിന് ശേഷം വേഗം ഞാനിത് അരിഞ്ഞൊക്കെ എടുത്ത് അതിൻ്റെ സവാള പച്ചമുളക് അരിഞ്ഞെടുത്ത് ആ സമയത്ത് കുട്ടികൾ തിരിച്ചെത്തി കേട്ടോ. നോക്കാം നമുക്ക് ചേച്ചിനെ നോക്കാം. ചേച്ചിനെ നോക്കാം. ചേച്ചി എവിടെ? ഇപ്പൊ ചേച്ചി എവിടെ? ചേച്ചി വന്ന പൊന്ന അന്നമ്മോ, ചേച്ചി വന്ന? എന്താണിത്? ചേട്ടത്തുന്തരേ മുടിയൊക്കെ വെട്ടി. കൊച്ചിന് വീട്, കൊച്ചിന് തുള്ളി കളിക്കണ്ടേ? ചേച്ചി ഇവിടെ പോയി. ചേച്ചി കിട്ടിലൊക്കെ സൈറ്റ് വന്നേക്കണേ. അടിപൊളി. കൊച്ചിന് ചോദ്യം ചോദിക്കാനുണ്ട്.
ഇരിക്കടി പോയി ഇരിക്ക്. പൊന്നമ്മോ ചോദിക്കട്ടെ ഞാൻ മനസ്സിൽ വിചാരിച്ചാണ് ഇങ്ങനെയല്ലേ വരുവുള്ളൂ, വെട്ടിക്കഴിയുമ്പോ സെറ്റ് ചെയ്ത് വിടുമല്ല. പൊന്നമ്മേ ചേച്ചിയോട് ചോദിക്കേ. ചേച്ചിയോട് പോച്ചാണോ ഞാൻ? ഓ എവിടെ പോച്ചു ചേച്ചി? എന്താ ഇത് സംഭവം? സന്തോഷമാണ് കാണുന്നത്. എന്തൊക്കെ ചെയ്യണം. ചേച്ചിയോട് പോയിച്ചു പിന്നെ എവിടെ പോയി ചേച്ചി? എവിടെ പോച്ചി? പറയണൊന്നുണ്ട്, കെട്ടിപ്പോണേണ് എന്ത് ഇങ്ങടെ ഉള്ളിലോട്ട് കയറി കയറി മേടിക്കുമ്പോ നോക്കണ്. അവിടെ സാറിന്റെ മുടി കാണിച്ചിട്ട് ഞാന് അത് പിന്നെ എന്താണ് എവിടെ തിരിഞ്ഞ് കുറച്ച് ഷോർട്ടാക്കിയിട്ടുണ്ടല്ലേ? എടാ ഇത് ഇപ്പം ഇത്തിരി ചുരുണ്ട് അടിയിൽ ഇങ്ങനെ കേളായിട്ട് അത് നിവർന്ന് കഴിയുമ്പോൾ ഇത്തിരി കൂടി നീളം കൂടുമല്ലോ. ആ ഏത് കുളിപ്പിച്ച സാറ്റിനെ തല കഴുകി? ആ അപ്പോൾ അവിടെ ചെന്നിട്ട് സാറ്റിൻ്റെ തല കഴുകി. അല്ലെ ചില സ്ഥലങ്ങളിൽ നമുക്ക് തല കഴുകണോ എന്ന് ചോദിച്ചിട്ടൊക്കെ കഴുകുള്ളൂ. പക്ഷേ ഇത് അപ്പോൾ തന്നെ തല കഴുകിയിട്ടാണ് ഹെയർ കട്ട് ചെയ്യാൻ ഇരുത്തിയെന്നൊക്കെ റിച്ചാർഡ് പറയുന്നതിന്. അങ്ങനെ കുട്ടികൾ അവിടുത്തെ എക്സ്പീരിയൻസ് ഒക്കെയാണ് പറഞ്ഞത്. ഇവന് ഈ ഗ്ലാംസിൽ പോയതോടുകൂടി അവിടുത്തെ സ്റ്റാഫിനെയൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇനി അവിടെ തന്നെ പോകുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയാണ് വീണ്ടും അവിടെ പോയത് കേട്ടോ. അപ്പോൾ സാറിനെ കാണുന്നുണ്ടെങ്കിലും ഹെയർ ചെയ്തതൊക്കെ നല്ല ഇഷ്ടപ്പെട്ട്. പിന്നെ എനിക്കും പപ്പക്കും എല്ലാം നല്ല ഇഷ്ടപ്പെട്ടു സാറിൻ്റെ ഹെയർ. കുഞ്ഞപ്പന് ഇനി വല്ലതും പറയാനുണ്ടോ ഫീഡ്ബാക്ക്? ഇത് അടിയിലോട്ട് കയറിപ്പോണ നടുവും ചളുക്കി പിടിച്ചിട്ട് അതെ കെട്ടി വെച്ചോ. ആ അത് തന്നെ. അപ്പൊ ഇങ്ങനെ ലെയർ കട്ടാണോ ചെയ്തത്? അപ്പോൾ ഈ സമയത്ത് നമ്മുടെ റൂബി കൊച്ചാണെന്നുണ്ടെങ്കിൽ പ്രതീക്ഷയോടുകൂടി അവിടെ ഇരിക്കണേ. റൂബി കൊച്ചിന് ക്യൂബ് എന്തെങ്കിലും എടുത്ത് കൊടുക്കുമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞിടാ എന്തെങ്കിലും എടുത്ത് കൊടുക്കുക, കൊച്ച് കുറേ നേരമായിട്ട് ഇങ്ങനെ പ്രതീക്ഷയോടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ റൂബി കൊച്ചിന് ക്യൂബ് കൊടുക്കാമെന്നും പറഞ്ഞ് പിന്നെ ആ ബോക്സൊക്കെ എടുത്തുകൊണ്ട് വന്ന് റിച്ചാർഡ് അവൾക്ക് കൊടുക്കാനും തുടങ്ങിയിട്ടാ. മാക്കമ്മാക്കോ അച്ചു ഓ അത് സ്വീകരിച്ചു. രണ്ടുപേർക്ക് മത്സരം ഇത്. അതുപോലെ അല്ലേ കൊറേയൊക്കെ പെണ്ടി മിഠായി ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ വെറുപ്പിക്കൂലേ? എടാ മിഠായി വെറുക്കൽ മത്സരം തന്നെയാണ്. വ്യത്യാസം അതെ തെറിപ്പിക്കല്ലടാ മിഠായി പിറക്കൽ. ശരിയാണ് നമ്മ ഈ കുമ്പാവയൊക്കെ തിന്നണ പോലെ. യു ലൈക്ക് കുമ്പാവ? ഞാൻ ഇന്ന് വേറൊരു കുമ്പാവ നോക്കട്ടെ. ആക്ച്വലി നമ്മ കുമ്പാവയില്ല. കുഞ്ഞാതെ ഇവിടെ ഇവിടെ കൊച്ചിനും അങ്ങനെയൊക്കെ തോണ്ടിയെടുക്കണൊക്കെ അച്ചോടാ. എടാ എടാ ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. എടാ കണക്കണ ഇടല്ലേ പതി ഇടറപ്പ അതിന്റെ അടിയിലോട്ടൊക്കെ കളയല്ലേ. ആ അടിയിലോട്ട് പോയിട്ടല്ലേ കുഞ്ഞിങ്ങനെ ഇങ്ങനെ എടുത്തപ്പോ അതിന്റെ ഇടയിൽ ഇനി ക്ഷമയില്ല. ഇപ്പൊ ഓടി പോകാൻ നോക്കും അവിടെ.
ക്ഷമയില്ലാതിരിക്കണേടാ. പാവടാ, ഓടി മടുത്ത് മടുത്ത് അവിടെ വന്ന്, അവിടെ നിന്ന് മടുത്ത് മടുത്ത് ഇവിടെയും വന്നു. ഇപ്പം കണ്ടല്ല, ആൾ വരാൻ വൈകിയാൽ സൈറ്റ് കിട്ടിയില്ലെങ്കിലാണ് ഓടണം. ഇപ്പം നേരിട്ട് കാണാൻ പറ്റണ്ടായിരുന്നത്. അമ്മേ, മുറ്റൊക്കെ തീർന്ന് ഓരോന്നിനൊരു പേരിട്ടേക്ക്. മുറ്റ മുറ്റ എല്ലാം തന്നെ. അതെ, അത്ര ഞാനത് നമ്മൾ മേടിക്കുമ്പോൾ തന്നെ പറഞ്ഞില്ല, സാധനം ഒന്ന് തന്നെ പല ഷേപ്പുകളിൽ. അങ്ങനെ കുട്ടികളും റൂബിക്കൊച്ചുമൊക്കെ കൂടി കുറച്ചധികം നേരം ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ സംസാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഞാൻ പപ്പക്കുള്ള കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തേങ്ങ ഇട്ടിട്ട് പപ്പക്ക് അങ്ങോട്ട് കൊടുക്കണേന് കേട്ടോ. അപ്പം ഞാനാണെന്നുണ്ടെങ്കിലും കഞ്ഞിയും അച്ചാറും കൂടിയാണ് കഴിച്ചത്. അത് കഴിക്കാനാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് തേങ്ങ എണ്ണ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ അച്ചാറും കഞ്ഞിയും കൂടി. അപ്പോൾ അതൊക്കെ റെഡിയാക്കി പപ്പക്ക് കൊണ്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ വിന്താല് വെക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ട്, അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ആദ്യം സവാളയും പച്ചമുളകും വേപ്പിലയും കൂടി നന്നായിട്ടൊന്ന് വഴറ്റി, ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞാണെങ്കിൽ അതും കൂടി ഈ സമയത്ത് ഇടും. ഇതിപ്പോൾ പേസ്റ്റ് ഉള്ളതുകൊണ്ട് അത് ഇടാമെന്ന് വിചാരിച്ച്. അപ്പോൾ അങ്ങനെ അതൊന്ന് വഴറ്റി കളർ ഏകദേശം ഒന്ന് മാറി വന്നപ്പോഴത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറാൻ നേരത്ത് മുളക് പൊടിയാണ് കൂടുതൽ, കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഇത്തിരി പേരിനൊരു മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ഇത് 3 പൊടികൾ മാത്രം ഇതിനകത്തേക്ക് ഇടണത്. പിന്നെ ഇത്തിരി വിനാഗിരിയും ഉപ്പുമൊക്കെ നോക്കി, അത് വിനാഗിരി എന്തായാലും ഇത്തിരി ഒരു 3 ടേബിൾ സ്പൂണോളമൊക്കെ ഒഴിക്കും. കാരണം ഇതൊരു നേരെ പുളിയുള്ള ഒരു ബീഫ് ആ ഒരു പ്രിപ്പറേഷനാണ്. അപ്പം അങ്ങനെ അതും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് റൂബിക്കുള്ള കുറച്ച് പീസസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടി എൻ്റെ മീതയിൽ വെച്ചിട്ട് അങ്ങനെ വേവിച്ച്, എന്നിട്ട് ഞാൻ പോയിട്ട് കഞ്ഞിയൊക്കെ കുടിച്ചിട്ടാണ്. ഇത് ഇനി ആയി വരാൻ ലേറ്റ് ആകുമല്ലോ, അപ്പോൾ ഇന്നിപ്പോൾ ആരും തന്നെ ഇത് കഴിക്കൂല. അങ്ങനെ ഞാൻ പോയിട്ട് കഴിച്ചു. അപ്പോൾ ഉച്ചക്കാണെന്നുണ്ടെങ്കിൽ സാറ്റിനക്ക് കുമ്പാവയുടെ കൂടെ ഇത് ചോക്ലേറ്റ് മൂസൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് വായിൽ കൊണ്ടുവന്ന് വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം സാറ്റിനക്ക് കുമ്പാവോടൊപ്പം ഗുലാബ് ജാമുൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനൊക്കെ കഞ്ഞിയുടിയും കഴിഞ്ഞ് പല്ലും തേച്ച് ഇരുന്ന് പോയി. ആ സമയത്ത് സാറ്റർഡേക്ക് ഗുലാബ് ജാമുൻ വായിക്കൊണ്ടുവന്ന് വെച്ച് തരാൻ പോയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ് മമ്മി പല്ലേച്ച് പോയി വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കഴിച്ചില്ലായിരുന്നു കേട്ടോ. ഉച്ചക്ക് മോസ് കഴിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ അവർക്കുള്ളത് അവർ രണ്ടുപേരും കൂടി അവിടെ നിന്ന് കഴിച്ച്. ആ സമയത്ത് പിന്നെ ഞാൻ എഴുന്നേറ്റ് റൂബിക്കുള്ള അത് ബീഫ് വേവിക്കാൻ വെച്ചില്ലേ, അതെടുത്തിട്ട് റൂബിക്കും കൂടി കൊടുത്തിട്ടാണ് രാത്രി. അപ്പോൾ കുറച്ച് നേരം വൈകിട്ടുണ്ടായിരുന്നു, അതിൻ്റെ എയറൊക്കെ പോയി ആയിട്ടല്ലേ നമ്മൾ എടുത്തത്. അപ്പോൾ കുറച്ച് നേരം പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വിന്താലുവിൻ്റെ ബാക്കി കാര്യങ്ങൾ പിറ്റേ ദിവസമാണ് ഞാൻ ചെയ്തത് കേട്ടോ. അപ്പോൾ റൂബി കുഞ്ഞിന് ഇത് എന്ത് ഭക്ഷണം കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കട്ടിൻ്റെ ഇടയിൽ പോയി ഒളിച്ചിരിക്കും കേട്ടോ. അതുപോലെ അവിടെ ഒളിച്ചിരിക്കുന്നുണ്ട്. അതിന് ശേഷം അവൾ ഇത് കഴിച്ചിട്ടാണ്, എന്നിട്ടാണ് കിടന്നുറങ്ങിയത്. ഒരു കുഴപ്പമില്ലാതെ കിടന്നുറങ്ങി. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം. താങ്ക്